വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളതും ഒരു ഗാർഡൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടും ഗാർഡനും ഇക്കാടെ ജ്യേഷ്ഠന്മാരിൽ മൂന്നാമത്തെ ജ്യേഷ്ഠനായ PC ഖാലിദ് എന്നവരുടെ വീടും ഗാർഡനുമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ടാണ് ഈ വീട്ടിലെ ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ എനിക്കത് സാധിച്ചത്. ഇവിടെ ഒരുപാട് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ നിറഞ്ഞൊരു വീടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് കുറവുണ്ട്, എന്നാലും അത്യാവശ്യം ഫ്ലവേഴ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടുത്തെ ഗാർഡനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇക്കയും ഇത്തയുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോ എടുക്കാൻ കാരണം ഇവിടുത്തെ അഡേനിയംസിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് എടുത്തത് കേട്ടോ. ഇവിടെ ബോഗൺവില്ലാസും ഒരുപാടുണ്ട്. ബോഗൺവില്ലാസൊക്കെ ഇപ്പം ഇവിടെ ഫ്ലവർ ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിറഞ്ഞു നിന്നിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് കുറവുണ്ട്, എന്നാലും ഇനിയും അത് ഫ്ലവേഴ്സൊക്കെ ആവുന്ന ടൈമിൽ ഞാൻ ഈ വീഡിയോയിൽ ഇനിയും എൻ്റെ ചാനലിൽ ഇവിടുത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് അഡേനിയംസിൻ്റെ കോഡക്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പഴക്കമുള്ള അഡേനിയംസാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം ആ അഡേനിയംസിൻ്റെ കോഡക്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കോഡക്സ് എന്ന് പറയുന്നത് അഡേനിയത്തിൻ്റെ അടിയിൽ വരുന്നൊരു കട്ടിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ കോഡക്സ് എന്ന് പറയുന്നത്. അറബിക്കമൊക്കെ എന്നൊക്കെ പറയുന്നു അതിന്. അപ്പോൾ അതൊരു വളരെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അഡേനിയംസിൻ്റെ. അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കോഡക്സ്. നല്ല ഭംഗിയില്ല കാണാൻ. അഡേനിയംസിൻ്റെ ഈ കോഡക്സാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 5-10 വർഷമൊക്കെ പഴക്കമുള്ള കോഡക്സാണ് കേട്ടോ. പല ആകൃതിയിലും കാണുന്നത് നല്ല ഭംഗിയില്ല കാണാൻ. ഇതൊക്കെ വെറുതെ അഡേനിയംസ് ഇങ്ങനെ കോല് പോലെ വളർന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ ഈ കോഡക്സൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ല ഭംഗി കൊടുക്കുന്നത്. ഇതൊക്കെ 10 വർഷത്തിലും കൂടുതൽ പഴക്കമുള്ളതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കേട്ടോ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഈ ഒരു അഡേനിയൊക്കെ അതിൻ്റെ ടൈമിൽ അത് പ്രൂൺ ചെയ്തിട്ടും വളം ചെയ്തിട്ടും മറ്റും അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.